ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം ലഭിച്ച പ്രതി മുരാരി ബാബു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 90 ദിവസമായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതോടെയാണ് മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ശബരിമല ദ്വാരകപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെയും സ്വർണം കവർന്ന കേസുകളിൽ ഒക്ടോബർ 21-ന് മുരാരി ബാബു അറസ്റ്റിലായിരുന്നു. 90 ദിവസത്തിന് ശേഷമാണ് ജാമ്യം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ആദ്യ പ്രതിയാണ് മുരാരി ബാബു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് രാത്രി 8:45 മുരാരി ബാബു പുറത്തിറങ്ങി. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പെത്താൻ വൈകിയിരുന്നു. അഭിഭാഷകൻ അഡ്വക്കേറ്റ് സജികുമാർ ചങ്ങനാശ്ശേരിക്കൊപ്പം മുരാരി ബാബു വീട്ടിലേക്ക് മടങ്ങി. കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായ ജാമ്യമാണ്. അന്വേഷണ റിപ്പോർട്ട് 90 ദിവസത്തേക്കകം കോടതിയിൽ SIT ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതിക്ക് ഉള്ള ഒരു അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത്. ഈ കേസിൻ്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും രണ്ടാമത്തെ കേസിൽ റിമാൻഡിലായതിനാൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് നീട്ടി 14 ദിവസത്തേക്കാണ് നീട്ടിയത്. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ജനുവരി 18-ന് പരിഗണിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.